ലോജിക്കാം. ഇനി നമ്മളിവിടെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു IQOO Z5 5G എന്നൊരു സ്മാർട്ട് ഫോണാണ്. ഇതൊരു ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന ഒരു പുതിയൊരു സ്മാർട്ട് ഫോണാണ്. ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ലാസ്റ്റ് ഇയർ എൻഡിലാണ് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിവോ എന്ന കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് IQOO. ഇത് 2019 ചൈനയിൽ ലോഞ്ച് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടെ അണ്ടറിൽ ആദ്യം 6 ഫോണാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ 6 ഫോണുകളും വമ്പൻ ഹിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ആണ് റീസൺ. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോ ഈ ഒരു ഫോൺ IQOO Z5 ഇതിന്റെ 4G ഫോൺ ആണ് ഇതിന് മുന്നേ ലോഞ്ച് ആയിരിക്കുന്നത്. അതിന്റെ ഹിറ്റ് ആയിരിക്കുന്ന ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഇതിന്റെ 5G ഫോൺ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇന്ന് വരാൻ കാരണം. നമുക്ക് ഇതിന്റെ കൂടുതൽ റീസൺസ് നമുക്ക് ഇനിയിപ്പോ അൺബോക്സിംഗിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഈ ഫോൺ എന്ന് പറയുന്നത് ആമസോൺ എക്സ്ക്ലൂസീവ് ഡെലിവറി വരുന്ന ഒരു ഫോണാണ്. ഇത് 48 ഹവേഴ്സിനുള്ളിൽ നമുക്ക് ഡെലിവറി ലഭിക്കുന്നതാണ്. എങ്കിൽ കൂടി നമ്മളിത് ഓർഡർ ചെയ്തതിനു ശേഷം നമുക്ക് 24 ഹവേഴ്സിനുള്ളിൽ നമുക്കിത് ഡെലിവറി ലഭിച്ചു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത് ഞങ്ങൾ എറണാകുളംകാരാണ്, അതുകൊണ്ട് തന്നെയായിരിക്കണം നമുക്ക് 24 ഹവേഴ്സിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ ലഭിച്ചത്. ബാക്കിയുള്ള ജില്ലയിൽ ചിലപ്പോൾ 48 ഹവേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഒരു റേഞ്ച്. ഒരു പക്ക ഗെയിം ഫോൺ ആയിട്ടുള്ള ഈ ഒരു IQOO Z5 5G എന്നുള്ളതിന് 3 കളറുകളാണ് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതിന്റെ 3 ഫോൺ എന്ന് പറയുന്നത് ആർട്ടിക് ഡോൺ, സൈബർ ഗ്രിഡ് ആൻഡ് മിസ്റ്റിക് സ്പേസ് എന്നുള്ളതാണ്. അതിൽ ആർട്ടിക് ഡോൺ എന്ന് പറയുന്നതിന് 2 വേരിയൻസ് ഉണ്ട്. അതായത് 256 GB ആൻഡ് 128 GB ആണത്. അത് കഴിഞ്ഞ് വരുന്ന സൈബർ ഗ്രിഡിലും മിസ്റ്റിക് സ്പേസിലും നമുക്ക് 128 GB മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് ആമസോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റിക് സ്പേസ് എന്നുള്ള കളർ ഏരിയയിൽ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ വേരിയൻസിന്റെയും ആമസോൺ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളിപ്പോ ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഫുൾ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3000 ഒരു കൂപ്പൺ ഡിസ്കൗണ്ട് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. നമുക്കിനി ഈ ഫോൺ അൺബോക്സ് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കിതിന്റെ അപ്പിയറൻസ് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോ നമുക്കിത് പുറകിൽ കാണാൻ പറ്റുന്നത് നല്ലൊരു എലഗന്റ് ഡിസൈൻ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഒരു ട്രിപ്പിൾ ക്യാം ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് 3.5mm ജാക്ക് നമുക്ക് കാണാൻ പറ്റും. സാധാരണഗതിയിൽ 3.5mm ജാക്ക് താഴെയാണ് വരാറ്, അതിൽ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ താഴെയാണ് ഇതിന്റെ ടൈപ്പ് സി ചാർജർ വന്നിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പീക്കർ സെറ്റപ്പ് ഉണ്ട് താഴെയായിട്ട്. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ സ്വിച്ചസ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് സ്വിച്ചസ് ആണ് വെച്ചിരിക്കുന്നത്. നല്ല പ്രീമിയം ടച്ച് ഉണ്ട്. നമുക്ക് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ ഒരു ഫിനിഷിങ്, അതിന്റെ ഒരു വെസൽ, അതെല്ലാം തന്നെ നല്ല പ്രീമിയം ഫിനിഷിനാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഫോണിന്റെ അമേസിംഗ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിലൊരു അൾട്രാ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ ഫോൺ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് ഈ സ്പീക്കർ, ഇതിന് ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു സ്പീക്കർ, ഈ 2 സ്പീക്കറും ഉപയോഗിച്ച് ഒരു സ്റ്റീരിയോ എക്സ്പീരിയൻസ് നമുക്ക് തരും. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു വൈബ്രേഷൻ ഫീൽ, ഒരു 4D വൈബ്രേഷൻ ഫീൽ അത് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് സാധാരണ ഒരു ഫോണിന് നമ്മൾ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ സാധാരണഗതിയിൽ ഇത് ചൂടാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന് ലിക്വിഡ് കൂളിംഗ് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രൊസസറിന്റെ മുകളിൽ ആ ലിക്വിഡ് കൂളിംഗ് വരുന്നത് കൊണ്ട് തന്നെ
ഈ ഫോൺ പൊതുവെ ചൂടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഗെയിമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. പബ്ജിയിൽ കളിക്കുന്നവർക്ക് ഒരുപാട് നേരം നമുക്ക് ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ 240 Hz ടച്ച് റെസ്പോൺസ് നമുക്ക് ഗെയിമിംഗ് ടൈമിന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് ടൈമിന് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഡിസ്പ്ലേയെ പറ്റി നമുക്ക് സംസാരിക്കാം. അതായത് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.67 ഇഞ്ചാണ് പറയുന്നത്. ഇതൊരു ഫുൾ HD പ്ലസ് 120 Hz വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ഒരു സിനിമ കണ്ടാലോ അല്ലെങ്കിൽ ഗെയിം കളിച്ചാലോ നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 197 gram ആണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് കയ്യിൽ ഹാൻഡ് ചെയ്ത് നമുക്ക് പിടിക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്ക് ഇതിന്റെ ക്യാമറയെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിന് 3 ക്യാമറയാണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിനകത്ത് വരുന്നത്. ആദ്യം വരുന്നത് ഒരു 8 MP വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ 64 MP ക്യാമറയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു 2 MP മാക്രോ ലെൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കപ്പോൾ ഈ ക്യാമറസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജറും കേബിളും ഒന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ കേബിൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹൈ ക്വാളിറ്റി ആവശ്യമുള്ള ലെങ്ത് ഒക്കെ ഉണ്ട് കേബിളാണ്. അതായത് ഈ ഒരു ഫാസ്റ്റ് ചാർജർ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേബിളാണ്. പ്രത്യേകം ഓർക്കണം, ഈ ഒരു ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കേബിൾ തന്നെ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. കാരണം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് തരുന്ന ഒരു കേബിളാണ്. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ചാർജർ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇത് ഈ ഒരു ഫോൺ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു പെർട്ടിക്കുലർ ചാർജർ തന്നെയാണ്. നമുക്ക് ഇതിന്റെ ബാറ്ററിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ആണ്. മാത്രമല്ല നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു ഫാസ്റ്റ് ചാർജർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗൺ 778 പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5G എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അതായത് ഈ 778 എന്ന് പറയുന്നത് ഒരു 5G പ്രോസസ്സർ കൂടിയാണ്. നമ്മളിപ്പോ ഏത് ഫോണിനെ ഡിസ്കസ് ചെയ്താലും നമുക്ക് അതിന്റെ ഡ്രോബാക്സ് അത് അറിയണം എന്നുള്ളത് എല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ അതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിന്റെ ഡ്രോബാക്ക് അല്ല എങ്കിൽ കൂടി നമ്മൾ പറയാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എക്സ്പാൻഡബിൾ മെമ്മറി ഇല്ല എങ്കിൽ കൂടി ഞാൻ പറയാണ്. അതായത് ഇതിന് 120 വേർഷൻ ഉണ്ട്, നമുക്ക് 256 വേർഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറിയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് അവർ എക്സ്പാൻഡബിൾ മെമ്മറി കൊടുക്കാറില്ല. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ ക്യാമറയാണ്. അതായത് ഇതൊരു ഹാർഡ് കോർ ഗെയിമിംഗ് ഫോണാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനി ഇതിന്റെ ക്യാമറയിൽ ഫോക്കസ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ക്യാമറ നല്ലൊരു ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോ ജനിക്കായിട്ടുള്ള ഒരാൾക്ക് പറ്റിയൊരു ഫോണല്ല. ഇതൊരു ഹാർഡ് കോർ ഗെയിമറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഈ 2 പോർഷനിൽ മാത്രമാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ഈ ഫോൺ ഒരു എക്സ്ട്രാ ഹൈ ലെവൽ നല്ലൊരു ഫോണായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് റേറ്റിംഗ്, ഈ ഫോണിന്റെ റേറ്റിംഗിലൂടെ ഒന്ന് കടന്നു. അതായത് ഫസ്റ്റ് ആണ് നമുക്ക് ബാറ്ററി, അതൊന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററിയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 4.3 ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു 5000 mAh ബാറ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ബാറ്ററി റേറ്റിംഗ് എന്ന് പറയുന്നത് 4.3 ആയിട്ട്. ഈ സെക്കൻഡ് റേറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് ആണ്. ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് വരുന്നത്. ഇതിന്റെ ഫിംഗർ പ്രിന്റിന്റെ വരുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 4.3 തന്നെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് യൂസർ ഇന്റർഫേസ് ആണ്. ഇതിന് നല്ലൊരു ടച്ച് ഇന്റർഫേസും കാര്യങ്ങളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ യൂസർ ഇന്റർഫേസ് വിവോയുടെ ഫണോസ് ആണ് വരുന്നത്. ഫണോസ് 12 ആണ് ഇതിന്റെ യൂസർ ഇന്റർഫേസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. യൂസർ ഇന്റർഫേസിന് വരുന്ന റേറ്റിംഗ് എന്ന് വരുന്നത് നമുക്ക് 4 ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റിയത് ഇതിന്റെ ക്യാമറയുടെ റേറ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇതിന്റെ ഫീഡ്ബാക്കിനെ പറ്റി പറഞ്ഞു, ക്യാമറയുടെ പറ്റി പറഞ്ഞു. അപ്പൊ ക്യാമറയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 3.9 ആണ്. പിന്നെ ഇതിന്റെ സ്ക്രീൻ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് നല്ല രീതിയിൽ ടച്ച് സെൻസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇത് തരുന്നത്. എങ്കിൽ കൂടി ഇതിന്റെ ഡിസ്പ്ലേ റേറ്റിംഗ് എന്ന് പറയുന്നത് 3.9 ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്
ചില ഫീഡ്ബാക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ റേറ്റിംഗ് 3.9 ആയിട്ട് വരുന്നത്. ഇനി നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫാക്ടറാണ് വാല്യൂ ഫോർ മണി. നമ്മളിപ്പോ പറഞ്ഞ എല്ലാ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പറയാതിരുന്നിട്ടുണ്ട് റേറ്റിംഗിന്റെ കാര്യത്തിൽ. എങ്കിലും നമ്മൾ ഈ എല്ലാ ഫാക്ടറും കൂടി കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വാല്യൂ ഫോർ മണി വരുന്നത് 4.1 ആണ്. സോ ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ഫോർ അത്ലറ്റിക്ക. ഐ ആം സൈനിങ്.